എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു അപകടമുണ്ട്, ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ബോധമുദിക്കുന്നത്. പ്ലാനിങ് എന്ന് പറയുന്ന സംഭവം മഴക്കാല പൂർവ്വ ശുചീകരണം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നുണ്ട്, പ്രസ്താവന വരുന്നുണ്ട്, വാർത്ത വരുന്നുണ്ട്, പൈസ ഇറങ്ങുന്നുണ്ട്, യോഗം നോക്കണം. അത് ഏത് വഴി പോകുന്നുണ്ട് നമുക്കറിയില്ല. ഏത് തോട് വഴി? എല്ലാ വർഷവും അതെ, അതിന് വേറെ തോടുണ്ടെന്ന് തോന്നുന്നു. തുരങ്കമായിരിക്കും, പണം പോകാൻ മാത്രമുള്ള തുരങ്കം. വിപിൻ വെള്ളിയായിട്ട് പറയുന്നൊരു നല്ല മഴയാണ് ഇവിടെ. ചേച്ചി അവിടെ മഴയുണ്ടോന്ന്? മഴയുണ്ട് വിപിൻ, അതൊരു വലിയ സങ്കടമാണ്. കാരണം നമുക്കിവിടെ രക്ഷാപ്രവർത്തനത്തിന് അതിന് വലിയ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് മഴ പെയ്യാതിരിക്കട്ടെ, തിരുവനന്തപുരം ജില്ലയിലെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയുകയുള്ളൂ. ഏതായാലും ഒരു ഭാഗത്ത് ഇത്രയും ഇത് നടക്കുമ്പോൾ മറ്റൊരു വിശേഷം അല്ലെങ്കിൽ മറ്റൊരു മാധ്യമത്തിൽ വന്നൊരു വീഡിയോയിലേക്കാണ് അല്ലേ? അതെ, തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായി ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിലിന്റെ ദൃശ്യങ്ങൾ ഈ അർദ്ധരാത്രിയിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാഹസികമായി ജോലി ചെയ്യുന്ന ഒരു വീഡിയോ ജേർണലിസ്റ്റിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇപ്പോൾ. ജനൻ ടി വിയുടെ തിരുവനന്തപുരം ബ്യൂറോയിലെ വിഷ്വൽ ജേർണലിസ്റ്റ് രാഹുൽ ചന്ദ്രന്റെ ദൃശ്യങ്ങളാണ് വൈറലായത്. ആ കാഴ്ചയൊന്ന് കാണാം നമുക്ക്. രാഹുലിനെ നമുക്ക് ഫോണിൽ കിട്ടിയിട്ടുണ്ട്. രാഹുൽ ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്, നമസ്തേ. ഇതെങ്ങനെയാണ് അതിന് മുകളിൽ കയറിയത്? അതിന് പിന്നിലേക്ക് നോക്കിയിരുന്നോ? ഞാൻ ആ ഗ്രൂപ്പിൽ ഈ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ഇട്ടിരുന്നത് സൂക്ഷിക്കണം എന്നാണ് ഞാൻ ആദ്യം ഇട്ട മെസ്സേജ്. എല്ലാവരും കൈയടിക്കുന്നുണ്ട്. പക്ഷേ ഇതെങ്ങനെ അതിന് മുകളിൽ കയറിപ്പറ്റി? അവിടെ കയറാനുണ്ടായ സാഹചര്യം എന്താണ്? എന്ത് വിഷ്വലാണ് ഉദ്ദേശിച്ചത് അവിടെ നിന്നുകൊണ്ട്? രാഹുൽ, ഗുഡ് മോർണിംഗ് സാർ. ഞാന് ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടി കയറിയത് നമ്മുടെ രക്ഷാപ്രവർത്തന ഭാഗമായിട്ട് വരുന്ന സാധനം പ്രേക്ഷകർക്ക് എത്തിക്കുക എന്ന രീതിയിലാണ്. കാര്യം നമ്മളെ കൊണ്ട് കഴിയാൻ പറ്റുന്ന അത്ര മാത്രമേ ഉള്ളൂ. കാര്യം അതിനുള്ളിൽ കയറിയാലേ നമുക്ക് ആ വിഷ്വൽ എടുക്കാൻ കഴിയുള്ളൂ. കാര്യം അത് ഓരോ നിമിഷവും അത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ സങ്കടത്തിനും വേദനയോടെയാണ് നമ്മൾ നിൽക്കുന്നതിന്. രാത്രിയും മാലിന്യം നീക്കുന്നു. ആ മാലിന്യം നീക്കുന്നതിനിടയിൽ അതിലുണ്ടോ ഇല്ലയോ ഒന്നും അറിയാൻ കഴിയുന്നില്ല. കാര്യം വരുന്നു അതിന്റെ കൂടെ. കാര്യം അവർ വർക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ അത് കൊടുക്കണം. പ്രേക്ഷകർക്കും കണ്ടുകൊണ്ടിരിക്കുക അവർക്കും ഒരു ആകാംക്ഷയാണല്ലോ, എന്താ അവിടുത്തെ അവസ്ഥ, ഒന്നും അറിയാൻ കഴിയുന്നില്ല. അപ്പൊ അത് കൊടുക്കുക എന്ന രീതി വളരെ കെയർഫുള്ളായിട്ട് ഞാൻ കെയർ എങ്കിൽ പോലും നമുക്ക് അവിടെ നിന്നാൽ മാത്രമേ നമുക്ക് അതിനുള്ള വിഷ്വൽ കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. കാര്യം വരുന്നു പോകുന്നു, അതിനാണ് അവിടെ എന്ത് നടക്കുന്നുള്ള കാര്യം ജനങ്ങൾ അറിയണ്ടേ. ടെൻകണക്കിന് മാലിന്യം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ആ ഒരു അവസ്ഥയിൽ എനിക്ക് അവിടെ നിന്ന് ആ രീതിയിൽ നോക്കി വലിയ സേഫായിട്ട് നിന്നത്. ജസ്റ്റ് അങ്ങോട്ട് ഒന്ന് തട്ടിയാൽ ഒരാൾ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധനം അങ്ങ് പോകും. ആ ഒരു ബാലൻസിൽ നിന്നു. ശരി രാഹുൽ, എന്തായാലും കൂടി പറയാനുണ്ട്. രാഹുൽ, ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ സൂക്ഷിക്കുക. ഏതായാലും ഇത്രയും കർമ്മനിരതനായിരിക്കുന്നതിന് ഹാറ്റ്സ് ഓഫ്. അത് ആ ദൃശ്യങ്ങൾ അത്രയും റിസ്ക് എടുത്ത് പകർത്തി പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്നത് മാത്രമല്ല, മറ്റൊരു മാധ്യമം ട്രിവാൻഡ്രം ഓൺലൈൻ എന്ന് പറയുന്ന ഒരു മാധ്യമം അത് പകർത്തി അത് വാർത്തയാക്കി വീഡിയോ ആക്കി ഒക്കെ ചെയ്തു.